പിന്നെ ഞാൻ ബാക്കിൽ നമ്മളെ പിൻഗാമികളുണ്ട് ഗൈസ്. ഞാൻ സോഷ്യൽ കിച്ചണിൽ ചോലെ ഭട്ടൂരെ വാങ്ങി തരാമെന്ന് പറഞ്ഞ് മോഹവാഗ്ദാനം നൽകി ഇവിടെ എന്നെ കൊണ്ടുവന്നുണ്ട്. ഒരുമിച്ച് വിജനമായ വഴിയിലൂടെ അങ്ങോട്ടേക്കൊക്കെ കൊണ്ടുപോകുന്നത് എത്തിക്കും. എത്തിയിരിക്കും എത്തിയിരിക്കും എത്തുമായിരിക്കും. ആറാടുകയാണ് എന്തോ ഈ പാല കുത്തണമല്ലേ, വൃത്തിയാട്ടമാണല്ലേ, തിരിഞ്ഞു നോക്കട്ടെ. കിളിയേ കിളിയേ ഒരു പച്ച കാണുന്നുണ്ടോ? അതാണ് സോഷ്യൽ കിച്ചൺ. ഈ സേഫിന്റെ ഭാഗത്തിലെ അങ്കിള് എൻ്റെ ഫ്രണ്ട് ജിമ്മിൽ എന്നിട്ട് ജിമ്മ് പോകാറില്ല. സോഷ്യൽ കിച്ചൺ എന്താ വേണ്ടേ? ദോശ ഉണ്ട്. നിനക്കെന്താ വേണ്ടേ? എന്താ വേണ്ടേ? ഇപ്പൊ പറഞ്ഞപ്പോ ഇവിടെ കിട്ടിയാല ചിക്കൻ ബിരിയാണി ഒന്ന് പറയുന്നത്. ചോലപ്പെട്ട് ദോശ വേണോ, നീ വേണോ, അല്ലെങ്കിൽ മഷ്റൂം ഫ്രൈഡ് റൈസ്, അല്ലെ പനീർ ഫ്രൈഡ് അല്ല, ഒരു പനീർ പെപ്പർ ഫ്രൈ പറയാം. ഒരു നോർമൽ പ്ലെയിൻ റൈസും പറഞ്ഞു. അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ്, ഷെസ്വാൻ ഫ്രൈഡ് റൈസ്, ഒരു ഗോബി പെപ്പർ ഫ്രൈ, ഗോബി പെപ്പർ ഫ്രൈ. ഇവിടുത്തെ ഫിൽറ്റർ കോഫി ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടുത്തെ ഫിൽറ്റർ കോഫിക്ക് വേണ്ടി ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് തിരക്കായതുകൊണ്ട് തന്നെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പാടാണ്. ഞങ്ങൾ രണ്ടുപേരും നിന്നിട്ടാണ് കഴിച്ചത്. അമ്മയും മാമിയും അവർക്ക് സീറ്റ് കിട്ടിയായിരുന്നു. ആൻഡ് ഫിൽറ്റർ കോഫി കുറച്ച് തണിഞ്ഞു പോകുന്നതിന് മുന്നേ ഞങ്ങൾ ഫസ്റ്റ് ഫിൽറ്റർ കോഫിയിൽ നിന്ന് തുടങ്ങി. അവൾ ഫിൽറ്റർ കോഫി ജസ്റ്റ് ഒന്ന് ഷുഗറൊക്കെ മിക്സ് ചെയ്ത് അവളുടെ ചോല ഭട്ടൂരി ഞാനാണ് പിടിച്ചത്. ആൻഡ് എൻ്റെ ചോല ഭട്ടൂരിക്ക് അത്ര ഒരു പഫിനെസ് ഉണ്ടായിരുന്നില്ല. ബട്ട് ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. അടിപൊളിയായിരുന്നു. ഒരു ചോല ഭട്ടൂരി കഴിച്ചപ്പോൾ തന്നെ കംപ്ലീറ്റ്ലി വയറ് നന്നായി നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ്, നല്ല ടേസ്റ്റാണ്. ലൈക്ക് നോ ഡൗട്ട് അതുകൊണ്ടാണ് അത്രയും ആൾക്കാർ അവിടെ വെജിറ്റേറിയൻ ഫുഡ് പ്രിഫർ ചെയ്ത് വരുന്നത്. ആൻഡ് എന്താ പറയുക, ഞങ്ങൾ രണ്ടുപേരും ചോലെ ഭട്ടൂര വാങ്ങിച്ചു. അവർ രണ്ടുപേരും ഒരു ചോലെ ഭട്ടൂര ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ വാങ്ങിച്ചത് റൈസാട്ടോ. ആൻഡ് ഓരോ ബൈറ്റിൽ ആ ചോലെ ആൻഡ് ആ ഒരു ഭട്ടൂരേൻ്റെ ടേസ്റ്റ് നല്ല കോമ്പിനേഷൻ, ഭയങ്കര ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവരെടുത്തിരിക്കുന്ന ആൾക്കാർ എണീറ്റപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോയിട്ട് അവർ വാങ്ങിച്ച പെപ്പർ കോളിഫ്ലവർ പെപ്പർ ഡ്രൈ ഫ്രൈയും അതുപോലെ തന്നെ ഷെസ്വാൻ റൈസും ട്രൈ ചെയ്തു. അതും ബെസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇത്രയും എന്താ പറയുക ക്വാളിറ്റി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോളിഫ്ലവറിൻ്റെ ഐറ്റം കഴിക്കുന്നത്. യൂഷ്വലി നമ്മൾ കോളിഫ്ലവർ വാങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടുമ്പോഴേക്കും അത് ഭയങ്കര തണുത്ത് ആ ഒരു ക്രിസ്പിനെസ് ഒന്നും ഉണ്ടാവില്ല. ബട്ട് ദിസ് വാസ് വെരി ക്രിസ്പി. ആ ഒരു പെപ്പറിൻ്റെ ടേസ്റ്റൊക്കെ നല്ല രീതിക്ക് എടുത്ത് കിട്ടുന്നുണ്ടായിരുന്നു. ആൻഡ് ഇത്രയും വയറ് നിറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ തിരിച്ചും നടന്നപ്പോൾ ഫ്രാപ്പിനോയിൽ അവിടെ എത്തിയപ്പം ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ച ഫ്രാപ്പിനോയിൽ കയറിയ സമയത്ത് അവിടെ നിന്ന് ഓർഡർ ചെയ്യണമെന്നുള്ളത് ഫുൾ കൺഫ്യൂഷൻ. മൊത്തം അരിച്ച് പെറുക്കി ഞങ്ങൾ 2 സാധനം ഓർഡർ ചെയ്ത സമയത്ത് അത് രണ്ടും അവിടെ ഇല്ല. അപ്പം വീണ്ടും മെനു തപ്പി ഞങ്ങൾ പിന്നെ ഒരു ലോട്ടസ് ബിസ്കോഫ് സൺഡേ അതുപോലെ തന്നെ ട്രിപ്പിൾ ചോക്ലേറ്റിൻ്റെ വാഫ്ലും ആണ് ഓർഡർ ചെയ്തിട്ട് നമ്മളുടെ ലോട്ടസ് ബിസ്കോഫിൻ്റെ സൺഡേ പെട്ടെന്ന് വന്നു കേട്ടോ. പക്ഷേ വാഫിളിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ എന്താണ് വാങ്ങുക എന്നുള്ളതാണ്. ലൈക്ക് നേരത്തെ പോയ സമയത്ത് ചോലെ ഭട്ടൂരി ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങളെ മെനു ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊരു അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു പ്ലാൻ ആയതുകൊണ്ട് തന്നെ എന്ത് കഴിക്കണം എന്ത് വാങ്ങണം എന്നുള്ളത് ഫുൾ കൺഫ്യൂഷനായി. ഏറ്റവും കൂടുതൽ ടൈം പോവുക അവിടെയാണ്, എന്ത് കഴിക്കണം എന്നുള്ള ആലോചിച്ചിട്ട്. ആൻഡ് നാത്തൂമാരിതാ രണ്ടുപേരും എന്തൊക്കെയോ പറഞ്ഞ് എന്താ പറയുക തള്ളി മറിക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ ലോട്ടസ് ബിസ്കോഫ് സൺഡേ വന്നു. അതിൽ അമ്മ ഇങ്ങനെ ചോദിച്ചു ഇതിൽ ഐസ്ക്രീം കുറവാണ്, അത് ഫുൾ വിപ്പിംഗ് ക്രീം ആണല്ലോ എന്ന്. ആ സമയത്ത് നോക്കിയ സമയത്ത് ശരിയാണ്, അതിൽ ആക്ച്വലി വിപ്പിംഗ് ക്രീം ആയിരുന്നു കൂടുതൽ. ഐസ്ക്രീം കുറച്ച് കുറവായിരുന്നു, സംശയം ഇല്ലാതില്ല. ബട്ട് കംപ്ലീറ്റ്ലി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഏകദേശം ഇങ്ങോട്ട് നടന്നെത്തിയപ്പോഴേക്കും കഴിച്ചതൊന്നിങ്ങനെ ഡൈജസ്റ്റായി വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ വീണ്ടും ആപ്പിളും ഇതും കൂടി കഴിച്ചപ്പോഴേക്ക് വീണ്ടും കംപ്ലീറ്റായി വയറ് നന്നായി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ്
അവളിതാ അവിടെ ഷുഗർ കട്ട് പറഞ്ഞിരുന്ന ആളാണ് ആക്ച്വലി. പക്ഷേ ഞാൻ പോയതൂടെ അവൾ ഷുഗർ കട്ടൊക്കെ പോയി. അവിടെ നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചില്ല് ചെയ്ത് വൈബ് ചെയ്ത് ഫ്രാപ്പിനോയിൽ ലൈക്ക് ലോട്ടസ് ബിസ്കോഫ് സൺഡേയും കഴിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം വെയിറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ ട്രിപ്പിൾ ചോക്ലേറ്റ് വാഫിൾ വന്നത്. ആൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വാഫിളായിട്ട് വരുന്നുണ്ട്. വാഫിളിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ആക്ച്വലി അമ്മ ചോക്ലേറ്റ്സ് കഴിക്കില്ല കേട്ടോ. അമ്മയ്ക്ക് ചോക്ലേറ്റിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒന്നും വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് എന്തിനാണ് ഇതെന്നൊക്കെ ചോദിച്ചിരിക്കുന്നുണ്ട്. ബട്ട് ഞാനും മാമിയും ചേച്ചിയും കൂടെ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. വാഫിൾ ആക്ച്വലി കുഴപ്പമുണ്ടായിരുന്നില്ല. കുറേ ചോക്കോ ചിപ്സും ഉണ്ടായിരുന്നു. ബട്ട് ലൈക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരുന്നു എന്ന് തോന്നുന്നു. വാഫിളിൻ്റെ സൈസൊക്കെ കുറച്ച് കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു കമ്പാരിറ്റീവ്ലി നമ്മൾ വേറെ ഷോപ്സിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ. ബട്ട് ടേസ്റ്റ് വാസ് ഓക്കെ, നൈസ് ടേസ്റ്റ് ആയിരുന്നു. ട്രിപ്പിൾ ചോക്ലേറ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ നല്ലൊരു ഹെവി ചോക്ലേറ്റ് ആയിരുന്നു. ബട്ട് അത് ഐസ്ക്രീം വാസ് നോട്ട് ഓഫ് ദ ചോക്ലേറ്റ് ഫ്ലേവർ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ടുള്ള വേഫിളായിരുന്നു. ചോക്ലേറ്റ്സ് ചോക്കോ ചിപ്സും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഞങ്ങൾ രണ്ടുപേരും എൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടാണ് അവൾക്ക് കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് ഐസ്ക്രീം വായിലിട്ടപ്പോൾ ഒന്ന് സെൻസിറ്റിവിറ്റി ആയിട്ട് വന്നോ എന്നൊരു സംശയം. ആൻഡ് എന്താ പറയുക, ഞങ്ങൾ 3 പേരും കൂടെ വാഫിൾസൊക്കെ കഴിച്ച് ആ ഒരു യുദ്ധവും തീർത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടക്കാൻ. ആക്ച്വലി ഇവിടുന്ന് ഒരു 2 മിനിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ ഫ്ലാറ്റിലേക്ക്. പക്ഷേ നടക്കാണ്ടിരിക്കാൻ രക്ഷയില്ല, കാരണം അത്രയും വയറ് ഫുള്ളായി. ആൻഡ് നമുക്ക് നെക്സ്റ്റ് വ്ളോഗിലൂടെ കാണാം ഗൈസ്. ബൈ.